നമസ്കാരം, വെൽക്കം ബാക്ക് ടു ഒബീസ് വേൾഡ്. റീൽസ് റിയാക്ഷൻ. കുറച്ച് ഇൻസ്റ്റാഗ്രാം ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ റീൽസ് ആണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇവരുടെയൊക്കെ റീൽ കാണാതെ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ ഫേസ്ബുക്കിൽ നിന്നൊക്കെ തിരിച്ചു വരുന്നത് ഭയങ്കര കഷ്ടമാണ്. ഒരു ദിവസം എന്തായാലും ഇവരുടെ റീലൊക്കെ നമ്മൾ കണ്ടിരിക്കും. സോ അങ്ങനെയുള്ള കുറച്ച് ആളുകളുടെ റീൽസ് ആണ് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, ലെറ്റ്സ് വാച്ച്. ആദ്യത്തെ റീൽ. ലേഡി സൂപ്പർ സ്റ്റാർ തന്നെ വന്നിട്ടുണ്ട്. റീൽസിലെ ലേഡി സൂപ്പർ സ്റ്റാർ അമല ഷാജി. ശ്രീലീല. ശ്രീലീലയൊക്കെ ഉണ്ടാക്കിയതാണ്. കാണാൻ കാഞ്ചന പോലെ ഉണ്ട്. Oh my god, 300k likes. അടുത്ത റീൽ. കേരളത്തിലെ ഏറ്റവും വലിയ വാഴ അവൻ തന്നെ. എന്റെ പൊന്നു മക്കളെ, അറിയാതെ കൂടെ അയാളുടെ ഉമ്മർത്ത് പോയിട്ട് അയാളുടെ ഫാൻസ് ആണെന്ന് പറയരുത്. കളിയാക്കണമെന്ന് കൂടെ അതുകൂടി മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്തൊരു വ്യക്തിയാണ്. ഇനി അതിൽ കയറി പിടിച്ച് അടുത്ത വീഡിയോ തുടങ്ങും. എന്റെ ഫാൻസ്, എനിക്ക് ഇത്ര ഫാൻസ് ഉണ്ട്. ഇപ്പൊ അതൊക്കെ ആക്ട്രസിന്റെ പേര് പറയുന്നത്. എനിക്ക് അവരോടൊക്കെ അഭിനയിക്കാൻ താല്പര്യമുണ്ട്. വേണമെങ്കിൽ അതിന് എന്നെ വെബ് സീരീസിലേക്ക് എടുക്കുന്നു. മരപ്പൊട്ടൻ. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ഇതെന്താ യുദ്ധഭൂമിയിൽ പുതിയൊരു പടം. ഇത്രക്ക് പോപ്പുലറായ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ലടാ. ഓ, അരിക്കൊമ്പൻ. ഗൈസ്, ഫ്രണ്ടിലെ കൊമ്പ് കണ്ടോ? കൊമ്പ്. ഓക്കെ, ഒരു ഭാഗത്തെ മുടി പണിയാ എന്തേ ഞാനേ കേൾക്ക മാട്ടെ. കറക്റ്റായി. കോളം തകരും. നീ എന്ത് തേങ്ങയാടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കൊമ്പനും ഇറങ്ങി. അങ്ങനെ ഇതിനൊക്കെ ഇതൊക്കെ എവിടെ നിന്ന് വരുന്നോ? ഇങ്ങനെ തൊലിക്കട്ടി ഇതൊക്കെ ചെയ്ത ആൾക്കാർ ഊക്കുന്നുള്ളൊരു പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഊക്ക് കിട്ടിയവനാണ് ഫേമസ്, അവനാണ് കാശ് വരുന്നത്. ആറാട്ടണ്ണന്റെ ടെസ്റ്റ്. ഇതിന്റെ കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ. ടഫ് സ്റ്റെപ്സ്. എസ്റ്റാബ്ലിഷ്ഡ് റിവ്യൂവർ ആണ്. ഇനി എസ്റ്റാബ്ലിഷ്ഡ് ഡാൻസറും കൂടി ആയ കേരളം ഒരുവിധമാവും. ലാസ്റ്റ് റീലാണ് ഗൈസ്. ഇത് ഈ ഇടയ്ക്ക് മറ്റേ പാർലേജി എന്ന് പറഞ്ഞ സാധനമല്ലേ? ഇതൊക്കെ പാലക്കാട്ടിലാണ്. പാലക്കാട്ടുകാരുടെ മാനം പോകും. വയറ്റിൽ വല്ല കൊക്കുപുഴും ഉണ്ടാവും. വിശപ്പ് മാറുന്നില്ലെങ്കിലേ വല്ല കാലിത്തീറ്റയോ പിണ്ണാക്കോ കാടിയോ എന്തെങ്കിലുമൊക്കെ കലക്കിക്കൊണ്ട് കൊടുക്ക. പത്തായം കൊണ്ട് നിറയട്ടെ. അമ്പേ, തിന്നു മുടിക്കാൻ മാത്രമായിട്ടൊരു ജന്മം. ഇത്ര ഓളായിട്ട് വീഡിയോ ഇതിന് ഏകദേശം 6000-നടുത്ത് ലൈക്ക്. ഇതൊക്കെ ലൈക്ക് ചെയ്യണവനെ ചേട്ടാ സമ്മതിച്ച്. വിശക്കുന്നു. ഇതധികം നേരം കാണാൻ പറ്റുന്ന തോന്നുന്നുള്ള കേസ് എനിക്ക് അത്രയ്ക്കുള്ളൊരു മനക്കെട്ടിയില്ല. ഇത് പുതിയ തരം ട്രെൻഡ് നടന്നു. ബിരിയാണിക്ക് വേണ്ടി ഓൺലൈനിൽ വന്ന് തെണ്ടുക അല്ലെങ്കിൽ പിച്ചെടുക്കുക എന്ന് പറയും. അമ്മാരി ഒരു ഐറ്റമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതായിരിക്കും ചിലപ്പോൾ അടുത്ത ട്രെൻഡ് ആവാൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കുറെ വാഴകളുടെ റീൽസ് കണ്ടാണ് നമ്മൾ എല്ലാ ദിവസവും കടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം ദൈവം മനസ്സിന് ശക്തി കൂട്ടിത്തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഇനി ഇങ്ങനെയുള്ള കുറെ എണ്ണം നമ്മുടെ നാട്ടിലിറങ്ങും. അതൊക്കെ കണ്ട് മനക്കട്ടിയോടെ ജീവിക്കുക. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും ഗൈസ്. അതുവരെയ്ക്കും ബൈ.